നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ ആൺമക്കൾ അച്ഛനെ പോലെ തന്നെ അഭിനയത്തിന്റെ പാതയിലാണ്. ഗോകുൽ സുരേഷും മാധവ് സുരേഷും സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ്. ഗോകുൽ സുരേഷ് ഇതിനോടകം നായകനായും സഹനടനുമായും എല്ലാം നിരവധി സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. മാധവ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. സുരേഷ് ഗോപിയുടെ 5 മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ്. കുറുമ്പിന്റെ കാര്യത്തിൽ തന്റെ 5 മക്കളിൽ മുന്നിൽ നിൽക്കുന്നത് മാധവാണെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. വരഞ്ഞ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തിയതാണ് മാധവ് അഭിനയത്തിൽ അരങ്ങേറിയത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ മാധവിന്റെ സ്വകാര്യ ജീവിതമാണ് പലപ്പോഴും താരപുത്രന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ കാരണമാകുന്നത്. എന്നാൽ തന്നെക്കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളോട് കൃത്യസമയത്ത് പ്രതികരിക്കാനും മാധവ് മറക്കാറില്ല. ഇപ്പോഴിതാ തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ താനുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളിലെ സത്യാവസ്ഥ മാധവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയും വെയിൻ റൂണിയുമാണ് മാധവിന്റെ ഫോൺ വാൾപേപ്പർ ഭരിക്കുന്നത്. ഫുട്ബോൾ പ്രേമിയാണ് എന്നത് തന്നെയാണ് അങ്ങനെ ഒരു വാൾപേപ്പർ ആക്കാനുള്ള കാരണവും. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നടന്ന ഏറ്റവും ഇഷ്ടമുള്ള ഫുട്ബോൾ പ്ലെയർ. അച്ഛനൊപ്പം അവസാനം പകർത്തിയ സെൽഫിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ കവിളിൽ അച്ഛൻ സുരേഷ് ഗോപി കടിക്കുന്ന ഒരു ചിത്രമാണ് ഗോകുൽ പങ്കിട്ടത്. അനാവശ്യമായി സംസാരിക്കുന്നതിനെ കുറിച്ച് ആളുകൾക്ക് ഉള്ള മറുപടിയായിരുന്നു അച്ഛനൊപ്പമുള്ള ആ സെൽഫി എന്നും മാധവ് പറഞ്ഞു. ഭാഗ്യയുടെ വിവാഹത്തിന്റെ തലേദിവസം എടുത്ത ഫാമിലി ഫോട്ടോയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നടൻ പറഞ്ഞു. ഗൂഗിളിന് അവസാനം അയച്ച വാട്സാപ്പ് സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു: കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വോയിസ് മെസ്സേജാണ് അയച്ചത്. അത് കേൾപ്പിക്കുന്നത് റിസ്ക് ആണെന്നാണ് മാധവ് പറഞ്ഞത്. അച്ഛൻ അയക്കുന്ന മെസ്സേജിലെ പ്രധാന ഇമോജിയെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാ മെസ്സേജിനൊപ്പം 10 ഉമ്മയും കുറെ ഹാർട്ട് ഇമോജിയും ഉണ്ടാകും എന്നാണ് മാധവ് പറഞ്ഞത്. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിന്റെ പേര് ഫാം എന്നാണ്. അമ്മയാണ് അതിൽ ഏറ്റവും ആക്റ്റീവ്. ഞങ്ങളുടെ ആർട്ടിക്കിൾസ് വരുമ്പോൾ അമ്മ അതിൽ എടുത്തിടും. പിന്നെ ഞങ്ങളുടെ പെറ്റ് ഡോഗ്സിന്റെ ഫോട്ടോകളും വരും. അമ്മയുടെ ഏറ്റവും ഇളയ മകനായിട്ടാണ് ഞങ്ങളുടെ രാജപാളയം ഡോഗ് ധീരയെ പരിഗണിക്കുന്നതെന്നും താരപുത്രൻ പറഞ്ഞു. ഫുഡിന് ഒരു കോമൺ മെനുവോ വീട്ടിലുള്ളൂവെന്നും അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭക്ഷണമാകുമെന്നും മാധവ് പറയുന്നു. പിന്നീട് തന്റെ ഉറ്റ സുഹൃത്തായ സെലിനെ കുറിച്ചും തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വന്ന ഗോസിപ്പുകളെക്കുറിച്ചും മാധവ് സംസാരിച്ചിരുന്നു. അവസാനം മെസ്സേജ് അയച്ചത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ്. അത് മറ്റാരുമല്ല, മീഡിയക്കാർ എന്നെ കൊണ്ട് 4-5 തവണ വിവാഹം കഴിപ്പിച്ച വ്യക്തിയായ സെലിനാണ്. എന്ത് മെസ്സേജാണ് അവൾക്ക് അയച്ചതെന്ന് പക്ഷെ കാണിക്കില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സെലിൻ. അവിടെ വെച്ച് നിർത്തുന്നു. പിന്നെ എന്നെ നാട്ടിലെ എലിജിബിൾ ബാച്ചിലറായിട്ടാണ് മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ അനുപമയുമായി ഫോട്ടോ ഇട്ടപ്പോൾ എനിക്ക് അനുപമയോട് പ്രേമമാണെന്ന് വാർത്ത വന്നു. അനുപമ എൻ്റെ നല്ല സുഹൃത്താണ്. സിനിമയിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ മീനൂട്ടിയുമായും ദിലീപ് അങ്കിളുമായും കാവ്യ ചേച്ചിയുമായുള്ള ഫോട്ടോ ഇട്ടപ്പോൾ മീനാക്ഷിയുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന വാർത്ത വന്നു. അങ്ങനെ 2-3 വർഷം പോയി. ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ള ആളല്ല ഞാൻ. എനിക്കുള്ള സുഹൃത്തുക്കളിൽ നല്ല സുഹൃത്തുക്കളാണ് സെലിൻ. അതുകൊണ്ടാണ് എൻ്റെ ജെന്യുവിൻ ഫീലിങ്സ് വെച്ച് അവൾക്ക് ഞാൻ പിറന്നാൾ ആശംസ ഇട്ടത്. അപ്പോഴും സുരേഷ് ഗോപിയുടെ മകന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്ത വന്നു. എൻ്റെ വീട്ടുകാർ ആദ്യം ഒന്ന് തീരുമാനിച്ചോട്ടെ, എന്നിട്ട് പതുക്കെ നമുക്ക് അതിലേക്ക് എത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. സിംഗിളാണ് ഞാൻ, പക്ഷെ മിംഗിളാകാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ജീവിച്ചു പൊക്കോട്ടെ, എന്നെ തന്നെ നോക്കിയെന്നാണ് മാധവ് മറുപടി നൽകിയതും. എന്തായാലും മാധവിന്റെ മറുപടി വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.